ഓരോ നാഗരികതയും, ഓരോ യുഗവും, ഓരോ ജനതയും ഒരു ആദർശ രൂപം സൃഷ്ടിക്കുന്നു. ഒരു മാതൃകാ വ്യക്തിത്വത്തെക്കുറിച്ച ഭാവന. അവർ വിലമതിക്കുന്നതിനെ, അവർ ആകാൻ ആഗ്രഹിക്കുന്നതിനെ, അവരുടെ അറിവുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ആദർശ ജീവിത മാതൃക. ചിന്തിക്കുക, ആധുനിക അമേരിക്കയിൽ ആ രൂപം ഒരുപക്ഷെ ടെക്നോക്രാറ്റും മുതലാളിയുമായ ബിൽഗേറ്റ്സിനെ പോലെയുള്ള ഒരാൾ ആയിരിക്കാം. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ അത് വ്യാപാരിയായിരുന്നു, സാമ്രാജ്യ നിർമ്മാതാവായ വ്യാപാരി. ക്ലാസിക്കൽ ജപ്പാനിൽ അത് സമുറായികളായിരുന്നു, ബഹുമാന്യരും അച്ചടക്കമുള്ളവരുമായ പോരാളികൾ. ഈ മാതൃകകൾ വ്യക്തികൾ മാത്രമല്ല, അവ പ്രതീകങ്ങളാണ്. അവ ഒരു നാഗരികതയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിക നാഗരികതയുടെ കാര്യമോ? ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, നിരവധി യുഗങ്ങളിലൂടെ കടന്നുപോയ ഒരു നാഗരികതയെക്കുറിച്ച് ഒരൊറ്റ ഉത്തരം സാധ്യമല്ല. ഒരു സമൂഹം അതിന് ജനങ്ങളെ എങ്ങനെ എന്ത് അഭ്യസിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ മാതൃകകളുടെ രൂപീകരണം. നാം സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞ 1400 വർഷത്തെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞത് 7 വ്യത്യസ്ത ആദർശ രൂപങ്ങളെങ്കിലും കാണാൻ കഴിയും. ഓരോന്നും ഓരോരോ കാലഘട്ടങ്ങളിലെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ മാതൃകകളിൽ നിന്ന് രൂപപ്പെട്ടത്. നമുക്ക് നോക്കാം മദ്രസയുടെ ആ 7 കാലങ്ങൾ, 7 ജീവിതങ്ങൾ. മുഹമ്മദ് നബിക്ക് ശേഷമുള്ള 1-ാം നൂറ്റാണ്ട് മിഷണറികളുടേതായിരുന്നു. ആ ആദ്യകാലത്ത് സ്ഥാപനപരമായി സങ്കീർണമായ ഒരു വിദ്യാഭ്യാസ ഘടന ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ജൈവികമായിരുന്നു. ഹൽക്കകൾ എന്നറിയപ്പെടുന്ന അനൗപചാരിക പഠനവൃത്തങ്ങളിലാണ് വിദ്യാഭ്യാസം നടന്നത്. ശ്രേണികളില്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ജ്ഞാനം പകരുക മാത്രം. അധ്യാപകർ അധികായന്മാരായിരുന്നു. പ്രവാചകന്റെ സഹചാരികളായ സ്വഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച താബിഊനുകൾ, പ്രവാചകന് ശേഷമുള്ള 2-ാം തലമുറ തബ് താബിഊനുകൾ. അവരെ ഒന്നിപ്പിച്ചത് ഒരു പാഠ്യപദ്ധതിയല്ല, അത് സ്നേഹമായിരുന്നു. പ്രവാചകനോടുള്ള ജ്വലിക്കുന്ന സ്നേഹം, അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ആന്തരിക വെളിച്ചവും പിന്തുടരാനുള്ള ആഗ്രഹം. അദ്ദേഹം വിളക്കായിരുന്നു, അവർ വെളിച്ചം സ്വീകരിച്ചവരായിരുന്നു. വിശ്വാസപരമായ കാര്യങ്ങളിൽ അവരുടെ അനുസരണം പൂർണ്ണമായിരുന്നു. എന്നാൽ സാമൂഹികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിൽ കൂടിയാലോചനയുടെയും ജ്ഞാനത്തിന്റെയും നൂതന മൂല്യങ്ങൾ അവർ രൂപപ്പെടുത്തി. ആദർശങ്ങളെയും പ്രവൃത്തികളെയും അവർ സന്തുലിതമാക്കി. ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, സൽമാനുൽ ഫാരിസി. ഓരോരുത്തരും ഉയർന്ന പ്രതീകങ്ങളാണ്. വിശ്വാസത്തിന്റെ മാത്രമല്ല, ധൈര്യത്തിന്റെയും നീതിയുടെയും സത്യസന്ധതയുടെയും. അവരിൽ നിന്നാണ് അടുത്ത തലമുറ വരുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നീതിമാനായ ഭരണാധികാരി. പണ്ഡിതവര്യനായിരുന്ന ഹസനുൽ ബസ്രി, നിയമശാസ്ത്രത്തിന്റെ സ്ഥാപകനായ ഇമാം അബൂ ഹനീഫ. എത്രയോ മഹാരഥന്മാർ. ഈ മിഷണറീസ് എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നതാണ് പിൽക്കാല ഇസ്ലാമിക നാഗരികതയുടെ ഗതിയെ തന്നെ നിർണയിച്ചത്. ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചതോടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അത് സ്വാംശീകരിച്ചു. സ്വരാഷ്ട്രീയർ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ. അവർ ലോകത്തെക്കുറിച്ചുള്ള സ്വന്തം ആശയങ്ങളും ഭാഷകളും ചിന്താരീതികളും കൊണ്ടുവന്നു. ഗ്രീക്ക് തത്വചിന്തയിൽ നിന്നാണ് ഒരു വലിയ സ്വാധീനം ഉണ്ടായത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് പുതിയ പശ്ചാത്തലത്തിൽ കഠിനമായ ചോദ്യങ്ങളുമായി മല്ലിടേണ്ടി വന്നു. അങ്ങനെയാണ് മുസ്തസിലകൾ ഉയർന്നു വരുന്നത്. അവരാണ് ആദ്യത്തെ മുസ്ലിം റാഷണലിസ്റ്റ് ചിന്തകർ. വസീൽ ഇബ്നു അത്ത, അമർ ഇബ്നു ഉബൈദ് അൽ നസ്സാം, അബൂ ഹുദൈൽ തുടങ്ങിയ ചിന്തകർ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ചോദിച്ചു, വിശ്വാസവും യുക്തിയും ഒത്തുപോകുമോ? മുഅ്തസിലൈറ്റുകൾ ഒത്തുപോകും എന്ന് വാദിച്ചു. അവർ തങ്ങളുടെ ദൈവശാസ്ത്രം യുക്തിയെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചത്. അവർ വിധിവിശ്വാസത്തിനു മേൽ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയെ ഉയർത്തിപ്പിടിച്ചു. നീതിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിയായിരിക്കണമെന്ന് അവർ കരുതി. ദൈവികതയുടെയും വേദഗ്രന്ഥത്തിന്റെയും ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളിൽ യുക്തി പ്രയോഗിക്കാൻ അവർ ധൈര്യപ്പെട്ടു. അവരുടെ സ്വാധീനം സംവാദങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. അവർ മദ്രസയെ തന്നെ രൂപപ്പെടുത്തി. ഖലീഫ അൽ മൻസൂറിന്റെ കീഴിൽ മുഅ്തസിലികൾക്ക് രാഷ്ട്രീയവും ബൗദ്ധികവുമായ പിന്തുണ ലഭിച്ചു. ബാഗ്ദാദിൽ അദ്ദേഹം പ്രശസ്തമായ ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത, സൊറാസ്ട്രിയൻ പണ്ഡിതന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ച അറിവിന്റെ ഒരു ദീപസ്തംഭം.
ആ കാലത്ത് ഗ്രീസ്, പേർഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളിലെ മഹത്തായ കൃതികൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ക്രമേണ അവർ ആ ചിന്തകളെ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഇത് യുക്തിയുടെ യുഗമായിരുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായം ആ ആത്മാവിനെ പ്രതിഫലിപ്പിച്ചു. തത്വചിന്ത, യുക്തി, ഗണിതശാസ്ത്രം, ഖുർആനും ഹദീസും. എന്തായിരുന്നു അത് സൃഷ്ടിച്ച ആദർശ വ്യക്തിരൂപം? യുക്തി പ്രമാണമാക്കിയ തത്വചിന്തകൻ. ഇസ്ലാമിക തത്വചിന്തയുടെ സ്ഥാപകനായ അൽ-കിന്ദിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അൽഗോരിതത്തിന്റെ പിതാവായ അൽ ഖവാരിസ്മിയെ പോലെയുള്ളവർ. ദൈവത്തിന്റെ സ്വഭാവം, വെളിപാട് തുടങ്ങിയ കാര്യങ്ങളിൽ പോലും മുഅ്തസിലകൾ യുക്തി പ്രയോഗിച്ചു എന്ന് നാം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിലൂടെ യുക്തി കൊണ്ട് മാത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത വൈകാരികവും ആത്മീയവുമായ മാനങ്ങളെ അവർ അവഗണിച്ചു. കരുണ, സ്നേഹം, അനുകമ്പ തുടങ്ങിയ കാര്യങ്ങൾ. ഒടുവിൽ അത് തിരിച്ചടിയുണ്ടാക്കി. മുഅ്തസിലികൾ വിയോജിപ്പിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചപ്പോൾ, അവരുടെ വീക്ഷണങ്ങൾ നടപ്പാക്കാൻ പീഡനം പോലും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ സ്ഥിതിഗതികൾ മാറി. ഖലീഫ അൽ മുത്തവക്കിൽ അവരെ ഉപേക്ഷിച്ച് യുക്തിയെ കൂടുതൽ പരമ്പരാഗതമായ ആശയധാരയിൽ ഉൾച്ചേർത്ത അശ്അരികളെ സ്വീകരിച്ചു. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മുഅ്തസിലികളുടെ പതനമാണ് ഇസ്ലാമിക ശാസ്ത്രം അധപ്പതിച്ചതിന് കാരണമെന്ന് ചിലർ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇമാം ഗസാലിയെ പോലെയുള്ള അശ്അരി വ്യക്തിത്വങ്ങളെ അവർ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതൊരിക്കലും കൃത്യമല്ല. ആധുനിക ശാസ്ത്രം നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, വിവരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗ്രീക്ക് ശൈലിയിലുള്ള യുക്തിയിൽ നിന്നല്ല അത് വളർന്നത്, മറിച്ച് അത് ഇസ്ലാമിക ലോകവീക്ഷണത്തിന്റെ ഉപോൽപ്പന്നമായിരുന്നു. ഖുർആനിന്റെ മുഖമുദ്രകളായ പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്ത, സൂക്ഷ്മ നിരീക്ഷണം, തെളിവുകൾ തേടൽ എന്നിങ്ങനെയുള്ള അനുഭവശാസ്ത്രപരമായ രീതികളിൽ നിന്ന് രൂപപ്പെട്ടത്. അപ്പോൾ നാം കാണുന്നത് എന്താണ്? മുസ്ലിം ലോകത്ത് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ ഉയർച്ച മുഅ്തസിലികളുടെ പതനത്തിന് ശേഷമാണ് സംഭവിച്ചത് എന്നതാണ് ചരിത്രം. ഇബ്നു ഹൈതം മുതൽ ഇബ്നു സീന വരെയുള്ള ശാസ്ത്രജ്ഞരെ കുറിച്ച് ചിന്തിക്കുക. മുഅ്തസിലി യുക്തി ഒഴിച്ചിട്ടിടത്തേക്ക് ജ്ഞാനികളുടെ, അൽ ഹക്കീമുകളുടെ പാരമ്പര്യം വന്നു. ഇസ്ലാമിന്റെ ബൗദ്ധിക ജ്വാലയെ പ്രോജ്വലിപ്പിച്ച അധികായന്മാരായിരുന്നു ഇക്കാലത്തെ ഹിക്മയുടെ ആദർശ രൂപമാതൃകകൾ. അൽ റാസി, അൽ ബിറൂനി, അൽ മസൂദി, ഉമർ ഖയ്യാം, ഇബ്നു സീന, അൽ ഇദ്രീസി. ഈ പേരുകൾ ഇസ്ലാമിക ചിന്തയുടെ ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നു. ഹാക്കിമുകൾ വെറും ശാസ്ത്രജ്ഞരോ തത്വചിന്തകരോ മാത്രമായിരുന്നില്ല, അവർ സംയോജകരായിരുന്നു. വെളിപാടിനും യുക്തിക്കുമിടയിൽ, ഭൗതിക ലോകത്തിനും ആന്തരിക ലോകത്തിനുമിടയിൽ സന്തുലിതമായ ഐക്യം തേടിയ ചിന്തകൾ. മംഗോളിയൻ അധിനിവേശത്തിന്റെ കാലം വരെ ഈ ബൗദ്ധിക ഭൂപ്രകൃതി നിലനിന്നു. ഇസ്ലാമിക നാഗരികതയുടെ ബൗദ്ധികമായ ഉന്നതിയുടെ ഒരു സവിശേഷമായ കാലഘട്ടത്തെ അത് അടയാളപ്പെടുത്തി. മദ്രസ വിശാലമായ വൈവിധ്യപൂർണമായ വിഷയാവലികളെ സ്വീകരിച്ച് ആ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കേന്ദ്രത്തിൽ നിലകൊണ്ടു. മുസ്ലിം ലോകത്തെ ഛിന്ന ഭിന്നമാക്കിയ 13-ാം നൂറ്റാണ്ടിലെ മംഗോൾ ആക്രമണം. ആ വാളുകളുടെ ഭാരത്താൽ ലോകം കത്തിയെരിഞ്ഞപ്പോൾ ആ ചാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആദർശ രൂപം ഉയർന്നു വന്നു. അത് യോദ്ധാവിൻ്റെയോ രാജാവിൻ്റെയോ ചിന്തകന്റെയോ ആയിരുന്നില്ല, ഒരു മിസ്റ്റിക്, ഔലിയ, ദൈവത്തിന്റെ സുഹൃത്തുക്കൾ, ഗൈബിനെ സ്നേഹിച്ചവർ. അവർ സാമ്രാജ്യങ്ങൾക്ക് പകരം ആത്മാക്കളെ കെട്ടിപ്പടുത്തു. ഭൂപടത്തിൽ രക്തം പുരണ്ട ഒരു യുഗത്തിൽ അവർ ഉൾലോകത്തേക്ക് തിരിഞ്ഞു. അവരുടെ ശാന്തവും ധ്യാനാത്മകവുമായ പാതയിൽ നിന്ന് വളരെ വിശാലമായ, അത്രയും കോസ്മോപോളിറ്റനായ, അക്കാലത്തെ ഏറ്റവും തുറന്ന മനസ്സുള്ള ഹാക്കിമിന് പോലും സ്വപ്നം കാണാൻ കഴിയാത്തത്ര വിശാലതയുള്ള ഒരു ആത്മീയ നാഗരികത ഉയർന്നു വന്നു. അതെ, അത് തസവുഫിന്റെ യുഗമായിരുന്നു. ഇറാഖിൽ അബ്ദുൽ ഖാദിർ ജീലാനി, ഇന്ത്യയിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി, ഈജിപ്തിൽ ഷെയ്ഖ് ഷാദുലി, അനത്തോലിയയിൽ മൗലാന റൂമി, ഉസ്ബെക്കിസ്ഥാനിൽ ഷാ നക്ഷബന്ദ്, ഇന്തോനേഷ്യയിൽ ഷെയ്ഖ് മഖ്ദൂം. അവരുടെ വാക്കുകൾ മരുഭൂമികളെയും സമുദ്രങ്ങളെയും താണ്ടി സഞ്ചരിച്ചു. അവരുടെ കവിതകൾ ഹൃദയങ്ങളിൽ ആന്തരാർത്ഥങ്ങൾ കൊത്തിവെച്ചു. അവരുടെ ഖബറുകൾ ഇന്നും നിലനിൽക്കുന്നു, ശവകുടീരങ്ങളായി മാത്രമല്ല, ആന്തരിക ദർശനത്തിന്റെ സാക്ഷ്യങ്ങളായി. മദ്രസയും പരിണമിച്ചു. ഖുർആനും നിയമത്തിനൊപ്പം തസ്കിയത്തു നഫ്സ് വന്നു. ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, കാലിഗ്രാഫി, ധീരത എല്ലാം ആ ഒരു ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെട്ടു. തസ്കിയത്തു നഫ്സിന്റെ ഈ സംസ്കാരം ഒടുവിൽ അഖ്ലാഖിൽ അധിഷ്ഠിതമായ ഒരു നാഗരികതയ്ക്ക് കാരണമായി. അഖ്ലാഖ്, നൈതിക സ്വഭാവം, ധാർമ്മിക ചാരുത. ആ ആശയങ്ങളിൽ നിന്നാണ് ഓട്ടോമൻ, സഫാവിദ്, മുഗൾ തുടങ്ങിയ വലിയ സാമ്രാജ്യങ്ങൾ പിറക്കുന്നത്.
സൗന്ദര്യത്താൽ രൂപപ്പെട്ടതും മനസാക്ഷിയാൽ ബന്ധിതവുമായ ഒരു സംസ്കാരമായിരുന്നു അത്. 1600കളുടെ അവസാനത്തോടെ മിസ്റ്റിക്കുകൾ നിയമവാദികൾക്ക് വഴിമാറി ഫത്വയുടെ യുഗം ആരംഭിച്ചു. ഇന്ത്യയിൽ ഔറംഗസീബ്, അറേബ്യയിൽ അബ്ദുൽ വഹാബ്, ആഫ്രിക്കയിൽ ഷെയ്ഖ് ദാൻഫുദിയോ. അവരുടെ ദൗത്യം വിശ്വാസത്തെ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. നൂതനമായി കടന്നുകൂടിയ ആശയങ്ങളെ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ ആ ആവേശത്തിൽ ഒരിക്കൽ മൃദുവായതിനെ പലതും അവർ കഠിനമാക്കി. ഒരു കാലത്ത് പ്രതിഫലനങ്ങളുടെ പൂന്തോട്ടമായിരുന്ന ലോകം നിയമങ്ങളുടെ ഒരു കോടതി മുറിയായി. ഷാ വലിയുല്ലാഹിയെ പോലെയുള്ള അതികായന്മാർക്ക് പോലും സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പകരം അവ ചെറുതായി മന്ത്രിക്കേണ്ടതായി വന്നു. 19ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ നിഴലുകൾക്ക് കീഴിൽ മുസ്ലിം ലോകം ഒരു പുതിയ വെല്ലുവിളിയിലേക്ക് ഉയർന്നു വരുന്ന പടിഞ്ഞാറിന്റെ അപ്രമാദിത്വവും മുസ്ലിം രാഷ്ട്രീയ രൂപങ്ങളുടെ തകർച്ചയും കണ്ട ആളുകൾ ചോദിച്ചു, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? പടിഞ്ഞാറ് നിന്ന് വന്ന പുതിയ ആശയങ്ങളിലേക്ക് അവർ കണ്ണോടിച്ചു. ഓട്ടോമാൻ തൻസീമാറ്റ് പരിഷ്കാരങ്ങൾ മുതൽ ദക്ഷിണേഷ്യയിലെ സയ്യിദ് അഹമ്മദ് ഖാൻ വരെ, ജമാലുദ്ദീൻ അഫ്ഗാനി മുതൽ മുഹമ്മദ് അബ്ദു വരെ ഒരു പുതിയ മാതൃക ഉയർന്നു വന്നു. ഒരു പരിഷ്കർത്താവ്. പാശ്ചാത്യ ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ പുതിയ പാഠശാലകൾ നിർമ്മിച്ചു. മാറ്റത്തിന്റെ പ്രകടന പത്രികകൾ എഴുതി. ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും ആധുനികതയുടെയും ലെൻസിലൂടെ ഒരു നാഗരികതയെ വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ദിശാബോധം നിർണായകമായി മാറി. ആന്തരികവും ആത്മീയവുമായത് മാറ്റിവെച്ച് അസ്വസ്ഥമായ രാഷ്ട്രീയവും പ്രായോഗികവുമായതിലേക്ക് അത് ഉറ്റുനോക്കി. പുതിയ കൊളോണിയൽ ആഗോളവൽകൃത ലോകവുമായി പൊരുത്തപ്പെടുന്നതിലായിരുന്നു അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കോളനിയാനന്തരം പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളം എങ്ങും മുഴങ്ങി. പരിഷ്കർത്താക്കൾ സ്ഥാപിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നിന്ന് സെക്യുലറിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും വിരുദ്ധ രാഷ്ട്രീയ ചേരികളായി രൂപം കൊണ്ടു. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അധിഷ്ഠിതമായ പുതിയ വിദ്യാഭ്യാസത്തെ ഇസ്ലാമിക പാരമ്പര്യവുമായി കൂട്ടിയിണക്കാനുള്ള വൈവിധ്യപൂർണമായ ശ്രമങ്ങൾക്ക് നാന്ദി കുറിക്കപ്പെട്ടു. പടിഞ്ഞാറ് നിന്ന് വീശിയ കൊടുങ്കാറ്റാണ് മുസ്ലിമിനെ മുസ്ലിമാക്കിയത്. സമുദ്രത്തിലെ തിരകളുടെ മർദ്ദനമാണല്ലോ പവിഴങ്ങളെ സുന്ദരമാക്കുന്നത് എന്ന് പാടിയ അല്ലാമ ഇക്ബാലിനെ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യത്തെ ആദർശ രൂപമായി നമുക്ക് കാണാം. നാം നടത്തിയ ഈ വിഹക വീക്ഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവമാണ് ഓരോ കാലത്തും ഓരോ ആദർശ രൂപങ്ങളുടെയും വികാസത്തിന് പിന്നിലുള്ളത്. അതിനാൽ ഇസ്ലാമിക നാഗരികതയ്ക്കുള്ളിലെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയെയും പരിണാമത്തെയും കുറിച്ചാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വക്താക്കൾ ചിന്തിക്കേണ്ടത്. ചരിത്രത്തിൽ വിദ്യാഭ്യാസം, മദ്രസ, അതിന്റെ ഘടന, അതിന്റെ പാഠ്യപദ്ധതി, അത് എന്ന് സന്തുലിതമായി സമഗ്രമായി പ്രകൃതി, ചരിത്രം, ആത്മാവ് എന്നിവയെല്ലാം ഏകീകൃതമായി പഠിക്കുന്ന ഒരിടമായിരുന്നു അന്നൊക്കെ ഇസ്ലാമിക നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചു. അത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു. എന്നാൽ എന്ന് വിദ്യാഭ്യാസത്തിന്റെ സമഗ്രത ഛിന്നഭിന്നമായോ ആ ജ്വാല മങ്ങി. ബൗദ്ധികമായ ഭീമന്മാർ പൊള്ളയായ രൂപങ്ങൾക്ക് വഴിമാറി. വിദ്യാഭ്യാസത്തിന്റെ സമഗ്രതയെ സംബന്ധിക്കുന്ന ഈ കാഴ്ചപ്പാടിനോട് നാം നീതി പുലർത്തുന്നത് അനുസരിച്ചായിരിക്കും ഭാവിയിലെ ആദർശ മാതൃകകൾ ഇനി ഗർഭം ധരിക്കുക.